ഗൈസ്, അപ്പം നമ്മളിന്നിവിടെ കവർ ചെയ്യാൻ പോകുന്നത് ചന്ദ്രഗ്രഹണമാണ്. ബേസിക്കലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യൻ്റെ നിഴൽ ചന്ദ്രനെ വന്ന് കവർ ചെയ്യുന്നു. അപ്പോൾ ചന്ദ്രൻ അത് മൊത്തത്തിൽ ഇരുട്ടിലേക്ക് ആവുന്നു എന്നുള്ളൊരു കണ്ടീഷനാണ് നമ്മൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുക. സൂര്യഗ്രഹണവും ഉണ്ട് ഇതേപോലെ, ബ്ലഡ് മൂണാണ്. അപ്പോൾ ഒരു 8:58 തുടങ്ങുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതുവരെ കവർ ചെയ്തിട്ടില്ല. മൊത്തത്തിൽ ഒരു 11:44 ആകുമ്പോഴത്തേക്കും ഫുള്ളി കവറാവും. 11:44 തൊട്ട് 12:27 വരെയാണ് ബ്ലഡ് മൂണിൻ്റെ ടൈമിങ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാലൻസ് വീഡിയോയിലും അതുപോലെ തന്നെ ഫോട്ടോയിലായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ് വരുന്നത്. ഇതിപ്പോൾ ഓൾറെഡി റെക്കോർഡിംഗ് ആണ്. ഞാനൊരു 7.5 മിനിറ്റോളമായി തുടങ്ങിയിട്ട് ഏകദേശം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ടെലസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലസ്ട്രോണിൻ്റെ പവർ സീക്കർ 70AZ ഒരു ബേസ് ടെലസ്കോപ്പാണ് ആക്ച്വലി. പക്ഷെ നമുക്ക് ആസ്ട്രോണമിയിലേക്ക് എങ്ങനെ കയറാം എന്നുള്ളത് മീൻസ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഞാൻ മേടിച്ചൊരു ടെലസ്കോപ്പാണ്. ഇപ്പോൾ ഇതിൻ്റെ അതൊരു മൊബൈൽ അഡാപ്റ്റർ യൂസ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. അതേപോലെ ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സാംസങ്ങിൻ്റെ ഒരു സെറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ നിലവിൽ ഹൈപ്പർ ലാബ്സ് മോഡാണ് ഓണാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി 8.5 മിനിറ്റോളം ആകുന്നു റെക്കോർഡിംഗ് ആയിട്ട്. ഇതുവരെ നമുക്ക് നിഴലൊന്നും തുടങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം. ഏതായാലും ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ വിജയകരമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ എടുക്കാൻ നോക്കി, പക്ഷെ ഒന്നും കിട്ടിയിട്ടില്ല. അതായത് ഒന്നുമില്ല, മൊത്തം കാർമേഘം വന്ന് മൂടിയിരിക്കുകയാണ്. എന്നാലും ഇൻ കേസ് എങ്ങാനും വല്ല ഔട്ട്പുട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഉൾപ്പെടുത്താം.